ചിരിമറച്ചില്ലയിൽ ചായും നിലാവൊരു ചുടുമിന്നലൊളിയേറ്റു തളർന്നുപോയി. ചിരിമറച്ചില്ലയിൽ ചായും നിലാവൊരു ചുടുമിന്നലൊളിയേറ്റു തളർന്നുപോയി. നൊമ്പര പെരുമിന്നലൊളിയേറ്റു തളർന്നുപോയി. പരിലാളനയുടെ പുലർവയിൽ കൊള്ളാതെ പ്രാണനിൽ പരിതാപം ബാക്കിയായി. പ്രാണനിൽ പരിതാപം ബാക്കിയായി. കണ്ണാടിക്കടവത്തെ കുങ്കുമപ്പൂവിന് കണ്ണീര് തോരാത്ത കാലം. ശങ്കരനാരായണൻ തമ്പി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യ സമരം കണ്ടു നിന്നവര് പെൻഷൻ വാങ്ങിച്ചപ്പോഴും അച്ഛൻ വാങ്ങിയില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാനാ പെൻഷൻ കിട്ടാൻ വേണ്ടി എല്ലാ സമരം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൂപ്പനെ പറ്റിയൊക്കെ എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ? നിനക്ക് ആ സ്മരണ ഉണ്ടെങ്കിൽ അത് അവനോട് പറഞ്ഞു കൊടുത്തേനെ, നിന്റെ ഭർത്താവിനോട്. അയാൾ എന്ത് ചെയ്തെന്നോ? ഈ പഞ്ചായത്തിൽ 3 or 4 ഷാപ്പുണ്ട്, അതിന്റെ ഇരട്ടി വാറ്റുകേന്ദ്രവും. എന്റെ മരുമോൻ അവിടെ നോക്കി കയറി സന്ദർശിക്കാന്ന് പറഞ്ഞ പുഷ്കരേട്ടനോ? അങ്ങനെ തന്നെ അല്ലേ അവന്റെ പേര്. ഈ LIC ഏജൻസി മല്ലറ ചില്ലറ തരികടകളുമായി നടക്കുന്ന ഒരു വനിതാ മെമ്പർ ഉണ്ട് ഇവിടെ, സാറാമ മെമ്പർ. പ്രസിഡന്റിന്റെ മരുമോൻ അവിടെ സ്കൂട്ടറിൽ പിന്നിൽ കയറി പോയെന്നറിഞ്ഞാൽ എന്റെ പുഷ്കരൻ ചേട്ടനോ? ചെട്ടിക്കുളങ്ങര അമ്മയെ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ചെട്ടിക്കുളം അമ്മയുടെ കുഴപ്പമല്ല, പിന്നെ എന്റെ കുഴപ്പോ? 30 വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. ഇതെന്റെ അവസാന ടേണാ. മരുമോനായിട്ടിനി 10-600 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുടെ മാനേജർ. പ്രീ ഡിഗ്രി തോറ്റ് ITI പോയി വെൽഡിങ്ങോ മോൾഡിങ്ങോ ഏതാണ്ട് പഠിച്ചവേ മാനേജറാ എഞ്ചിനീയർ എന്ന് പറഞ്ഞ എന്നെ വരട്ടണ്ട നീ. അല്ല അച്ഛാ, അദ്ദേഹം അച്ഛനെ പോലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാൻ എന്താണ് ഈ ഷാപ്പ് നിറങ്ങി നടക്കണം? കണ്ട അവളും അവിടെ സ്പോട്ടിന്റെ പിന്നിൽ കയറി ഇരിക്കണം. നമ്മുടെ പഞ്ചായത്തിൽ അംഗീകൃത അലവലാദികളാ. അവർ ആദരവോടെ നിന്റെ നായരെ കൊണ്ട് വിട്ടതാ. അച്ഛൻ അങ്ങനെ ഒന്ന് ഗുണദോഷിച്ചൂടെ? എന്റെ ജോലി അതല്ല. നാട്ടുകാരെ മൊത്തം ഗുണദോഷിച്ച് നന്നാക്കുന്ന ആളാ. ഞാൻ ഗുണദോഷിച്ച് നന്നാക്കുന്നു പറഞ്ഞാണോ നീ അവരെ കെട്ടിയത്? അങ്ങനെ ഒരു മോശക്കാരനല്ല അയാൾ. കാണുമ്പോ നീ എന്റെ കാല് തൊട്ട് തൊഴുന്നതേ എനിക്കിട്ട് തരുക അല്ലയോ? അങ്ങനെ തോന്നി അല്ലയോ? അയ്യോ അച്ഛാ, അത് പിന്നെ ബഹുമാനം കൊണ്ട്. ആ നിനക്കറിയാമോടി നമ്മുടെ അച്ഛന് ഈ സമൂഹത്തിൽ എന്ത് പേരാണെന്നറിയോ? നീയായിട്ടത് വർദ്ധിപ്പിച്ച് സഹായിക്കാൻ ഞാൻ മതി, അപേക്ഷയാണ്. ശാരദേ, നിങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കണോ എന്റെ പേര് ചീത്തയാക്കാനായിട്ട്? പേര് ചീത്തയാക്കാൻ നീ ആരുടെ ഇളയിടത്ത് റാണി? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ആ ഒരു ഗൾഫുകാരൻ നാട്ടിൽ വരുന്നത് എന്തിനാ? മരുഭൂമി കിടന്ന് ഇരുമ്പ് പിടിച്ചും വെയിൽ കൊണ്ടും അണ്ണാക്കിൽ മണ്ണുപോയും 10 പുത്തനുണ്ടാക്കുന്നത് നാട്ടുകാരുടെ മുമ്പിൽ അഹങ്കാരം കാണിച്ച് കളയാൻ. അത് നിങ്ങൾക്ക്. നിനക്ക് വേറെ വല്ല ലക്ഷ്യങ്ങളുമാണോ?
അച്ഛൻ എന്തൊക്കെയാ നിങ്ങളെ പറ്റി പറഞ്ഞെന്ന് അറിയോ? അത് അസൂയാലുക്കൾ പലതും പറയുള്ളൂ. അയ്യോ, നിങ്ങൾ എന്താ കണ്ടിട്ട് എന്റെ അച്ഛൻ അസൂയപ്പെടേണ്ടത്? വഴി മാറി ചിന്തിക്കാതെ ഈ പഞ്ചായത്തിലെ ഷാപ്പുകൾ മുഴുവൻ സന്ദർശിക്കാന്ന് കേട്ടു. ഇനി അത് ഈ രുചികളൊക്കെ ഒന്ന് അറിയണ്ടേ? പിന്നെ ചെല്ലുന്നിടത്തൊക്കെ ഒരു വില കിട്ടാൻ വേണ്ടി പറയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമോനാണ്. താതിക്കുന്ന് ഷാപ്പിൽ ചെന്നപ്പോ നിന്റെ ഒരു പഴയ ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെട്ടു. നീ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ നിന്നെ പ്രേമിച്ചിരുന്ന ആളാ, പേര് പ്രസന്നൻ, ഇപ്പൊ പോലീസാ. അവൻ എന്നെ കുറിച്ച് എന്തൊക്കെ ചോദിച്ചു? ഓ, മധുര സ്മരണകളാണോ? എടി, പ്രസന്ന സ്നേഹമുള്ളവനാ, എന്നെ കൊണ്ട് കാശ് കൊടുപ്പിച്ചില്ല. നാളെ ഉണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക്? ഞാൻ എന്തിനാണ് നാണിക്കുന്നത്? നിന്റെ ഒരു പൂർവ്വ കാമുകൻ നിന്നെ പ്രേമിച്ച സ്നേഹത്തിന് 2 കുപ്പി കള്ള് വാങ്ങിച്ചു തന്നതിന് ഞാൻ എന്തിനാണ് നാണം കിടന്നത്? ഏതോ ഒരു വനിതാ മെമ്പറിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ പോയി ഭയങ്കര യാത്രയായിരുന്നു കേട്ടല്ലോ. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലടി ഈ നാട്. വനിതാ മെമ്പർ സ്കൂട്ടർ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ് പുഷ്കരൻ സാറേ കേറും. അവള് ശരിപ്പുള്ളിയല്ല. അവള് ശരിപ്പുള്ളി അല്ലെങ്കിലും ഞാൻ ശരിപ്പുള്ളിയാണല്ലോ. വണ്ടിയുടെ പിറകെ കയറി പോയാലും എവിടം വരെയൊക്കെ പോകുമെന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടേ. എന്നാലും അച്ഛന് ഈ കുടുംബത്തിനൊക്കെ മാനക്കേട് ഉണ്ടാക്കിയാലോ? എന്തോന്ന് മാനക്കേടായി? ഇത്തിരി മരുന്നടിക്കുന്നു, ഒരു പെണ്ണിന്റെ വണ്ടിയുടെ പിറകെ കയറി പോകുന്നതും അത്ര വലിയ കുഴപ്പമാണോ? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അച്ഛനുമായി സംസാരിച്ച് സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ. അച്ഛന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അതിനൊരു ധാരണ വേണം. അങ്ങേർക്കൊക്കെ അതിന് നല്ല ധാരണ ഉണ്ടാവും. അച്ഛൻ സൗകര്യം പോലെ ധാരണ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല. ഇലക്ഷനിൽ നിന്ന് ദാനം ചെയ്ത് ഒറ്റപ്പാട് കളഞ്ഞത് അച്ഛൻ. അസംബ്ലിയിൽ നിന്ന് തോറ്റപ്പോ അന്നത്തെ കാലത്ത് 5.5 ഏക്കർ പറമ്പ ഉണ്ടാരടങ്ങി വിറ്റത്. മക്കള് സമ്പാദിച്ചതൊന്നും അല്ല വിറ്റത്. അമ്മയുടെ ഓഹരി ആർക്ക് അവകാശപ്പെട്ടതാ? നീ ഓഹരിയുടെ കണക്ക് പറയാൻ വന്നതാണോ? അങ്ങനെയല്ല, അച്ഛന്റെ കാലം കഴിയുന്നതിന് മുമ്പ് കുടുംബസ്വത്തിനെ പറ്റി ഒരു ധാരണയൊക്കെ വേണ്ടെന്ന് പുഷ്കരട്ടെ എന്നോട് ചോദിക്കും. പിന്നെ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ എപ്പോഴാണ് ചോദിച്ചത്? ഗൾഫിൽ വെച്ച് നിങ്ങൾ എത്ര തവണ എന്നോട് ചോദിച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ അമ്മായിയപ്പന്റെ മുന്നേ നല്ല ഉള്ള ജമയാ. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഞങ്ങൾ മടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അതിനൊരു തീർപ്പുണ്ടാകണം. ഒരു പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മക്കളെ മരണമൊക്കെ മക്കൾ പ്രതീക്ഷിക്കും. ഞാനല്ല, ഇവള് പറഞ്ഞതാ. ഉടനെ ഞാൻ മരിച്ചു അടങ്ങുന്ന വല്ല നിർബന്ധമുണ്ടോ? ഞാനും രാജശേഖരനും മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംസാരത്തിന്റെ തന്നെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. സംസാരം എന്തിനാ? കുടുംബ സ്വത്ത് 3 പേർക്കും തുല്യമായി വിധിച്ചിരിക്കും. അതെങ്ങനെ ശരിയാകും? എടി, എനിക്ക് 3 മക്കളാ. ഓണംപള്ളി കുടുംബത്തിന്റെ സ്വത്തുക്കൾക്ക് 3 പേരും തുല്യ അവകാശികളാ. 28 വർഷത്തിന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ തിണ്ണേ കിടന്ന് കിട്ടിയവനും ഓണംപള്ളി കുടുംബത്തിന്റെ അവകാശി. നിങ്ങൾ എന്താ മനുഷ്യൻ മിണ്ടാ നിൽക്കുന്നത്? 28 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തയിൽ കിടന്ന് കിട്ടിയവനായിട്ടാണോ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണോ നീ ഇവനെ കണ്ടിരിക്കുന്നത്? കണ്ടത് എങ്ങനെയായാലും ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ പറഞ്ഞത് സത്യമാ, പക്ഷേ ഞാൻ ഇവനെ എന്റെ മകനായ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്വത്ത് ഭാഗം വെക്കുമ്പോ 3-1 വീതം ഇവനും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതാണ് എന്റെ തീരുമാനം. അതെങ്ങനെ ശരിയാകും? ഇവനിനി ഞങ്ങളാരും അറിയാതെ അച്ഛനുണ്ടായ മോനാണോ? 70-ാം വയസ്സിലെത്തി നിൽക്കുന്ന എന്നെ എന്റെ മകളെ മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെയാ. ഒരു ദിവസം രാവിലെ പിയൂൺ ഓടി വന്ന് പറഞ്ഞു, പ്രസിഡന്റ്, പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തയിൽ ഒരു കുട്ടി കിടന്ന് കരയുന്നു എന്ന്. എടുത്തിവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ചു വൃത്തിയാക്കി പാലൊക്കെ കൊടുത്തു. ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ ഗൗരി പറഞ്ഞു, ഒരാൺകുട്ടിയല്ലേ, നമ്മുടെ മക്കളുടെ കൂടെ അവനും വളരട്ടെ എന്ന്. അവളാ സതീശൻ എന്ന് പേരിട്ടത്. എന്റെ ഭാര്യ പ്രസവിക്കാത്ത, ഞാൻ ജന്മം കൊടുക്കാത്ത എന്റെ സ്വന്തം മകനാ. എന്റെ പ്രാണന്റെ ഉൾപ്പെടെ തുല്യ അവകാശിയായി. അച്ഛൻ എന്റെ ഭാര്യയെ അടിച്ചു അല്ലേ? എന്താ, എനിക്കതിന് അവകാശമില്ല. ഇത് എത്രാമത്തെ പ്രാവശ്യം അടിക്കുന്നത്? ആദ്യമായിട്ടാ. പിന്നെ കുറച്ച് നേരത്തെ ആയിക്കൂടായിരുന്നു. അച്ഛ, ഈ സ്നേഹത്തിനപ്പുറം, ഈ കരുതലിനപ്പുറം ഒരു സ്വത്ത് എനിക്ക് വലുതല്ല. അതൊന്നും വേണ്ട എനിക്ക്.
നിന്റെ സഹോദരനായല്ലാതെ മറ്റൊരു കണ്ണുകൊണ്ട് അവൾ കാണുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ, ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് നന്നായി. അവളുടെ മനസ്സിൽ പറയാൻ കഴിഞ്ഞല്ലോ. എന്തായാലും രാജശേഖരൻ ഇങ്ങനെയൊന്നും ധരിക്കില്ല. ഇതാ നോക്ക്, ഇങ്ങനെയൊരു ചർച്ച ഇവിടെ നടന്നിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. എന്താ എന്നെ പ്രതി അച്ഛൻ വെറുതെ എനിക്ക് അച്ഛനെ മകളൊക്കെ മതി, അല്ലാതെ സ്വത്ത് സ്ഥാപനമൊന്നും വേണ്ട, എല്ലാം ഉണ്ടാകുന്ന വിശ്വസിച്ചിരിക്കുമ്പോ ഞാൻ അനാഥരാണെന്നൊക്കെ പറയുന്നത് കേട്ട. എന്താ മക്കളോ ഇത്? നീ ഇത്ര ആത്മബലമില്ലാത്തവനാണോ? അനാഥത്വം ആത്മബലം കുറുക്കു വച്ച. ആര് പറഞ്ഞു? നീ എന്റെ മകനല്ലേ? ഇളയനെന്ന് കരുതി ഏറെ വാത്സല്യം തന്ന എന്റെ മകൻ. ഇളയ ചെറുക്കന്റെ ഓരോരോ കാള പോലെ വളർന്നിട്ട് കുഞ്ഞുങ്ങളെ മാറി. എന്താടാ അച്ഛൻ നിന്റെ വഴക്ക് പറഞ്ഞു? പതിവില്ലാത്തതാണല്ലോ. നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛന്റെ കണ്ണു നിറയാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തേന്ന്? ഞാനൊന്നും ചെയ്തില്ല. കാര്യമില്ലാതെ അച്ഛൻ ആരും വഴക്ക് പറയാറില്ലല്ലോ. ഇവിടെ അനിയൻ എന്താടാ? ഞാൻ അനാഥന, ആരുമില്ലാത്തവന, അച്ഛന്റെ മോനല്ല. അച്ഛനോ രാജേട്ടനോ ഏതെങ്കിലും സമയത്ത് നിന്നോട് അങ്ങനെ പെരുമാറിയോ? ഈ ഏട്ടത്തിയമ്മ പെരുമാറിയോ? ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഇത്തരം കാര്യങ്ങൾ ഇവിടെ എന്തിന്? ആരഴിച്ചു വെച്ചു? ഞാൻ ഈ കുടുംബ സ്വത്ത് ഭാഗിക്കുന്നതിനെ പറ്റി ഒരു ധാരണയൊക്കെ വേണ്ടത് ഞാൻ അച്ഛനോട് ചോദിച്ചു. ചേച്ചി, എനിക്ക് തന്നെക്കാൾ, രാജേട്ടനേക്കാൾ, അച്ഛനേക്കാൾ, ഈ ഏടത്തേമ്മയേക്കാൾ വലുതല്ല ലോകത്ത് പറ്റുന്നു. വേറൊന്നും വേണ്ട എനിക്ക്. എന്നാലും എന്നെ അന്യനായും അനാഥനായും ഒക്കെ കണ്ടല്ലോ. എന്താണോ നാത്തൂനെ? സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലും അവന് കൊടുക്കും. അതല്ലാതെ എനിക്കും രാജനും അവകാശപ്പെട്ടതുപോലെ ഒരു വീതത്തിന് അവനും അവകാശം ഉണ്ടെന്ന് പറഞ്ഞ അതല്ലേടാ നാത്തൂനെ അതിന്റെ ശരി. ശരിയും തെറ്റൊന്നും നീ പറയണ്ട. അത് ഞാനും രാജനും കൂടെ തീരുമാനിച്ചോളാം. ഞാൻ അവനെ ഫോൺ ചെയ്തിട്ടുണ്ട്. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ഞങ്ങൾക്ക് 2 പെൺമക്കളാ. നിനക്ക് പെൺമക്കളായി പോയത് നാട്ടുകാരുടെ കുറ്റം കൊണ്ടാണോടി? മനുഷ്യനായ കാര്യപ്രാപ്തി വേണം. അതെങ്ങനെ? കള്ളും കുടിച്ചും കണ്ടാദ്രസമായിട്ടും നടന്നും ശീലിച്ചു പോയി. ഓ, എനിക്ക് ഒത്തിരി പ്രാപ്തി കുറവാ. ഞാൻ രാജേട്ടനും അന്യ കുഞ്ഞിനെ അന്യതായി കണ്ടിട്ടേയില്ല. നാത്തൂന് അവനോട് ഇത്തിരി താല്പര്യം കൂടുതലാ. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. സുഷമേ, മൂപ്പിലാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കരക്കാരുടെ മൊത്തം കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. കണ്ടു നിൽക്കാൻ എനിക്കൊരു അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതാരും നമ്മുടെ പോസ്റ്റ് വാനോ? വഴിയിലൊന്നും കാണുന്നില്ലല്ലേ? കൊറിയറുകാരൻ നിങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിച്ചോടെ. എപ്പ എത്തി? ഒരാഴ്ച വീശുന്നോ? ഡ്യൂട്ടി കഴിഞ്ഞതിന്റെ ശേഷം. മതി മതി, ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. ആർക്കാ ചന്ദ്ര? സാരതക്ക. എനിക്കോ? വല്ല ജപ്തി നോട്ടീസോ വക്കീൽ നോട്ടീസോ വല്ലോ ആണോടെ? ഇതിനകത്ത് ഒരു ഒപ്പിടണം. അയ്യോ, ഒപ്പിട്ടോ? പണ്ട് ഇതുപോലൊരു ഒപ്പിട്ടാണ് ഞാൻ ഈ വഴിക്കായത്. ശരി ശരി, പോയിട്ട് വരുമല്ലേ? എടാ അനിയ കുഞ്ഞേ, സതീഷേ, എന്തുവാണ്? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അച്ഛൻ മരിച്ചുപോയ ഗോവിന്ദനായര്. അയ്യോ സുഷമേ, അയ്യോ അച്ഛൻ മരിച്ചുപോയി. അയ്യോ എന്താ സുഷമേ, ഒരു നടക്ക് പോയില്ല. എനിക്ക് അപ്പോയിന്റ്മെന്റ് വിടണം. ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായി. എന്റെ ഈശ്വരാ, ഇങ്ങടുത്ത് പള്ളിക്കൂടത്തിൽ പോയതിന്റെ ഗുണമാ കേട്ടോടി, പള്ളിക്കൂടത്തിൽ പോയതിന്റെ ഗുണമാ. ഇതിന്റെ ഫുള്ള് ക്രെഡിറ്റ് എനിക്കാ. ഞാനാ ടെസ്റ്റ് എഴുതാൻ ഇന്റർവ്യൂവിനൊക്കെ കൂടെ വന്നത്. ജഗദീഷേട്ടാ, ഞാനാ ശാരദ. എനിക്ക് ജോലി കിട്ടി. ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായി. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ചേട്ടന് സതീശനോ? ഉടനെ കാണണം, നമുക്കിത് ആഘോഷിക്കണം. പുതിയ സ്കെയിൽ അനുസരിച്ച് എത്ര ശമ്പളം എന്നറിയോ? ആഹാ, ഇനി ജോലി കിട്ടുന്നവരെ എനിക്ക് ആരുടെ മുന്നിൽ കൈ നീട്ടണ്ട. അവന് പ്രയോജനമായെന്ന്. നമുക്കിതൊന്ന് ആഘോഷിക്കണം.
കള്ളു കൂടി ചർമാദിച്ച് ഓണംപള്ളി തറവാടിൽ നിന്ന് ഞാൻ ഒരു വാള് സമ്മാനിക്കും. എന്ത് പറയുന്നു? രാജേട്ടൻ വരട്ടെ, വരട്ടെ. ഞാൻ എന്തിനും തയ്യാറാണ്. എന്റെ ലൈഫില് ഏറ്റവും വലിയ ആഗ്രഹം സഫലമായത് ഞാൻ കൊതിച്ച ജോലി, ഞാൻ ഏറെ സ്വപ്നം കണ്ട പ്രൊഫഷൻ. പക്ഷെ കോളേജ് പിള്ളേരെ പഠിപ്പിക്കാനുള്ള പ്രാപ്തിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ മൂപ്പിലാന്റെ മെഗാഫോണിന്റെ ആ പീസ് ഇനി അടിച്ചു പോയത് തന്നെ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ആരും മിണ്ടരുത്. മിണ്ടില്ല. ഒരു സർപ്രൈസ് പോലെ എനിക്ക് പറയാം. മിണ്ടരുത്. രാജേട്ടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഏറെ സ്വപ്നം കണ്ടതാ. ഒന്ന് ഗസ് ചെയ്ത് പറയാമോ? ആളിയൻ ആദ്യം വിളിക്കണ്ട. പണ്ട് സുഷമ ഇതുപോലെ 2 പ്രാവശ്യം സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചു. 2ഉം പെൺകുഞ്ഞുങ്ങളാ. ഇതല്ല, അളിയനൊന്ന് ആലോചിക്കും. വേണമെങ്കിൽ ഞാൻ ഒരു ഗ്ലൂ തരാം. രാജേട്ടാ, നമ്മുടെ ജീവിതത്തിൽ മഹാഭാഗ്യം വരുന്നു വന്നു. എന്താണെന്ന് പറയാമോ? ഞാനൊരു ജ്യോതിഷനല്ല, എന്റെ കുടുംബത്തിൽ ആർക്കും ജ്യോതിഷം അറിയത്തുമില്ല. രാജേട്ടാ, എനിക്ക് ജോലി കിട്ടി. ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായി. അപ്പോയിന്റ്മെന്റ് ഓർഡർ തുടക്കത്തിൽ കിട്ടുന്നതേ ബാങ്ക് മാനേജറുടെ ഡബിൾ ശമ്പളം. ആ കൊണ്ടുവയ്ക്ക്. ഇതെന്താ ആർക്കും സന്തോഷമില്ലാത്തത്? നിനക്ക് ഈ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ ഏറെ കൊതിച്ച എന്റെ സ്വപ്നമാ. അച്ഛൻ കേൾക്കാനാ പറയുന്നത്. എന്റെ വിവാഹത്തെ പറ്റി അച്ഛൻ സംസാരിച്ചപ്പോ ഞാൻ ആദ്യം വെച്ച ഡിമാൻഡ് എന്താ? എനിക്ക് ഉദ്യോഗസ്ഥയായ ഒരു ഭാര്യ വേണ്ട. വിവാഹത്തിന് മുമ്പ് ഞാൻ അവളോട് പറഞ്ഞത് എന്താ? ഒരുപാട് പാരമ്പര്യവും ശീലങ്ങളുമുള്ള ഒരു പഴയ തറവാടാണേണ്ടത്. അവിടെ എന്റെ അമ്മയ്ക്ക് പകരമാകുന്ന ഒരു പെണ്ണ്. ഭാര്യയെ ജോലിക്ക് വിടണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് നീയാ. എന്റെ അമ്മ അന്നത്തെ കാലത്തെ BA-കാരിയായിരുന്നു. അച്ഛൻ വിചാരിച്ച ജോലി കിട്ടില്ലായിരുന്നോ? അച്ഛൻ എന്താ ശ്രമിക്കാതിരുന്നത്? അമ്മ എന്താ അങ്ങനെ ഒരു ആഗ്രഹം പറയാതിരുന്നത്? ഓരോ കുടുംബത്തിനും ഓരോ രീതിയുണ്ട്, ആവശ്യമുണ്ട്. അതനുസരിച്ച് പെണ്ണ് പെരുമാറണം. ഈ കുടുംബത്തിന് ആവശ്യം ഒരു കുടുംബിനിയാ, ഉദ്യോഗസ്ഥയല്ല. വളരെ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞ് അവള് നിൽക്കുമ്പോ അവൾ ഒരുങ്ങി കെട്ടി ജോലിക്ക് പോയാൽ ഈ വീടിന്റെ അവസ്ഥ എന്താകും? ഈ വീടിന്റെ വിളക്കാണവൾ, ജീവനാണവൾ. അതിനെനിക്ക് തർക്കമില്ല. അച്ഛന്റെ ജീവിതത്തിന്റെ താളം തെറ്റില്ലേ? എന്റെ ശീലങ്ങളും ചിട്ടകളും പിന്നെ ആര് നോക്കും? എന്നെക്കാൾ കുടുംബത്തെക്കാളൊക്കെ വലുത് ജോലിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഭാര്യയെ ജോലിക്ക് വിടാൻ വേണ്ടി ഞാൻ എന്റെ ജോലി രാജിവെക്കണോ? നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആവാന്ന ഇപ്പൊ ശാരദ പറയുന്നത്. നിന്നേക്കാൾ കൂടിയ ശമ്പളം, വിദ്യാഭ്യാസം, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുകളും. നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ ആരും അങ്ങനെ ജോലിക്ക് പോയി ശീലമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇയാൾ എന്തിനാ ഗൾഫിൽ ജോലിക്ക് പോയെന്നായി അടുത്ത ചോദ്യം. പ്രായമായ പാവ അച്ഛന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചപ്പോ പ്രായമായവരെ നോക്കാൻ ഇവിടെ വൃദ്ധസദനങ്ങളുണ്ടെന്ന് അങ്ങനെ പറഞ്ഞോള്. അങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചാ ഏതാണ്ട് അങ്ങനെ അർത്ഥം വരുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. എങ്കിലും ചോദിച്ചിട്ട് തന്നെ കാര്യം. രാജശേഖര, കാള പറ്റുമെന്ന് കരുതി കയറെടുക്കണ്ട. പുഷ്കരേട്ടൻ അവിടെ ആയതുകൊണ്ടാ ഞാൻ ഗൾഫിൽ പോയത്. പിന്നെ എന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു ജോലി കിട്ടിയപ്പോ ഞാൻ അതങ്ങ് സ്വീകരിച്ചു. 2 പെൺമക്കൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞ ഭർത്താവിനെയും മക്കളെയും ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഞാനിങ്ങ് വരും. മരുമോൾ അച്ഛനെ കൊണ്ട് വൃദ്ധസാധനത്തിലാക്കിയിട്ട് ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ എനിക്കെന്റെ അച്ഛനാ വലുത്. എടീ, ഞാനൊരു സമൂഹ മനുഷ്യനാണ്. തിരിച്ചറിവായ കാലം മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവൻ. വീട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്ഥാപനമല്ല, ഒരവസ്ഥയാ, ഒരു വ്യവസ്ഥയാ. കണ്ടുവന്നും ശീലിച്ചു വന്നുമായ പാരമ്പര്യങ്ങൾ അങ്ങനെ. അതൊന്നും അങ്ങനെ മാറാനോ ഇട്ടെറിഞ്ഞ് പോകാനോ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും
കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അച്ഛനേട്ടനും വിവരമില്ലാത്ത ആളുകളൊന്നുമില്ലല്ലോ. ഇതിലൂടെ ഞാൻ എത്ര ടെസ്റ്റുകൾ എഴുതി, എത്ര ഇന്റർവ്യൂവിന് പോയി. ഒരു ജോലി കിട്ടുകയെന്ന് വെച്ചാൽ നിസ്സാരമാണോ? അപ്പൊ പിന്നെ ചേട്ടത്തിക്ക് ഒരു ജോലി കിട്ടിയതിൽ സന്തോഷിക്കേണ്ടതിന് പകരം സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ അഭിപ്രായം ആരെയും ചോദിച്ചോ? ചേട്ടത്തി വിഷമിക്കുന്നുണ്ടപ്പോ പറഞ്ഞതാ. പിന്നെ അവന് സഹിക്കുവോ? മനുഷ്യനെ കുറിച്ച് കോമൺ സെൻസ് വേണം. നിസ്സാര കാര്യമാണ്. ഓരോരുത്തരും നേർച്ച കാഴ്ചകളുമായി തപസിരിക്കുമ്പോഴാ കിട്ടിയ ജോലിയെ പറ്റി തർക്കം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം വലുത്. എന്റെ ജീവിതത്തിൽ ഗൗരവമായി നീ ഇടപെടേണ്ട കാര്യം എന്താ? നീ അഭിപ്രായം പറയേണ്ട കാര്യം എന്താന്ന്? ഞാൻ നിങ്ങളുടെ സഹോദരനാ. രാജേട്ടനെ കണ്ടാ ഞാൻ വളർന്നത്. നിങ്ങളുടെ നല്ല ശീലങ്ങളാ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചത്. പക്ഷേ രാജേട്ടന് സ്വാർത്ഥനായിപ്പോ ഭാര്യക്ക് തന്നെക്കാൾ ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടിയതിനുള്ള കോൺഗ്രസ് ആണ്. അങ്ങനെ പറയുന്നു നീ? ഈ കുടുംബത്തെ പറ്റി എന്തറിയാം നിനക്ക്? എനിക്ക് കോംപ്ലക്സ് ആണ് പോലും. എന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം പോലും നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. കടന്ന് പൊക്കോളെന്നെ വിളിച്ചത്. നീ എന്തിനാണ് എന്റെ കുട്ടി അടിച്ചത്? ഞാനിതുവരെ നോവിച്ചിട്ടില്ലെന്ന് പോലെ നിന്നോടല്ലാതെ അവൻ ആരോട് അഭിപ്രായം പറയാ? എനിക്ക് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞ അച്ഛൻ പറ. എനിക്ക് കോംപ്ലക്സ് ആണ്. അനിയനാണല്ലോ എന്ന് കരുതി എന്റെ ഭാര്യ എന്നെ അനുസരിക്കണം. എന്നെ അനുസരിക്കാത്തവളെ മതി, നിർത്ത്. അവള് വിവേകമില്ലാത്തവളല്ല. ഞാൻ സംസാരിക്കാം. അവൾ അനുസരിക്കും. അച്ഛൻ സംസാരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവര് കേൾക്കത്തില്ല. പെണ്ണുങ്ങൾക്ക് ഇത്രയും വാശി പാടില്ല. നാത്തൂനെ പറഞ്ഞിളക്കി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ആ ചെറുക്കൻ ഒരുത്തനാ. ചേട്ടത്തിയെ ഓലിക്കാരിയാക്കി അവൻ അടങ്ങത്തുള്ളൂ. എനിക്ക് ചിലതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് തമ്മിലുള്ള ഒരു ബന്ധം? പലതും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുക ഞാൻ. എനിക്ക് മനസ്സിലാകുന്നില്ല ചേട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമാണെന്ന് കരുതി. നീ ഒന്ന് ശ്രദ്ധിക്കണം. അരുതാത്തത് ചിലത് കണ്ണിൽ പെട്ടത് കൊണ്ടാ. സാഹചര്യങ്ങൾ ആ മനുഷ്യനെ വഷളാക്കുന്നത്. പാവപ്പെട്ടവനെ വെറുതെ വിടാൻ നീ സമ്മതിക്കില്ലല്ലേ? നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ? ആരാ നിന്നെയോ? നിന്നെ ഇനി സംശയിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാടി? എന്റെ കാര്യമല്ല പുളുന്താനെ. പുളുന്താനെന്ന് കേട്ടോ, പുളുന്താനെന്ന് ആങ്ങളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ തന്നെ അങ്ങ് പൊക്കി കളയരുത് കേട്ടാ. ശാരദയും സതീശൻ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാ ഞാൻ പറഞ്ഞു വരുന്നേ. ഓ, അപ്പൊ അവർക്കിട്ടാണ് ആപ്പ്. നിങ്ങൾ കണ്ടത് പറഞ്ഞാൽ മതി. ചേട്ടത്തിക്ക് അന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നപ്പോ അനിയൻ കയ്യില് കോരി എടുത്ത് കറക്കി നെറ്റിയിൽ ഉമ്മയൊക്കെ അല്ലായിരുന്നോ? മതി, നിർത്ത്. പറഞ്ഞ് രസിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിന്റെ ഉദ്ദേശം ഏറെക്കുറെ ഭരിച്ചു അല്ലേ? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിന്റെ കഴിഞ്ഞ ജന്മദിനത്തിന് ആ ഇംഗ്ലീഷുകാരൻ കെട്ടിപ്പിടിച്ച് ഉപ്പ വെച്ചപ്പോ എനിക്കൊന്നും തോന്നിയോടി? അതങ്ങ് ദുബായിലല്ലേ? ഓ, അതങ്ങ് ദുബായില്. ഇവിടെ എന്തോ ആകാം. അങ്കുശമില്ലാത്ത ചാബല്യമേ നിലങ്കന എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഓ, ഞാനൊരു കവിത ചൊല്ലിയതാ. നാത്തൂര് മാന്യമായ ഒരു ജോലി കിട്ടി. നീ എന്തിനെതിർക്കുന്നു? ഞാൻ കുടുംബത്തിൽ പറഞ്ഞവളാ. ഓ, കുടുംബത്തിൽ പറഞ്ഞവള്. ഇവിടെ നീർക്കോലി മുതൽ പെരിച്ചാഴി വരെ ഈ കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം. എന്താ നമ്മളാരും കുടുംബത്തിൽ പറഞ്ഞവരല്ലേ? നിങ്ങളുടെ കുടുംബം പോലല്ല ഓണംപള്ളി തറവാട്. ഈ കുടുംബത്തിൽ എന്താ കൊമ്പുണ്ടോ? മാന്യമായ ഒരു ജോലി കിട്ടിയപ്പോ അതിന് പോകണോ വേണ്ടയോ എന്ന് തല പുകഞ്ഞ് പുണ്ണാക്കാക്കി ആലോചിച്ച് നിൽക്കുന്നു മഹാഭാവികൾ. അവള് ജോലിക്ക് പോകാനോ? 2-3 വർഷത്തിന് ശേഷം കുറച്ച് ദിവസത്തെ ലീവിന് വന്നിരിക്കുന്നത് സ്വസ്ഥമായിട്ടിരുന്ന് സുഖിക്കാനോ? സ്വസ്ഥമായിട്ടിരുന്ന് സുഖിക്കാൻ. ഇത് ആര്യവൈദ്യശാല അല്ല. നോക്ക്, അവള് ജോലിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അന്ന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ പോകാം. എന്റെ ദൈവമേ, നീ 90 ദിവസം അവിടെ വന്ന് നിൽക്കാമെങ്കിൽ പാവം എന്റെ അമ്മ വരുന്ന കർക്കിടകം തികക്കില്ല. എന്നെ കുറ്റം പറയാൻ മാത്രമല്ല നിങ്ങൾക്ക് അറിയൂ. കുറ്റപ്പെടുത്തുകയാണോടി? നിന്നെ ഞാൻ ഗുണദോഷിച്ച് നന്നാക്കാൻ നോക്കുകയല്ലേ? എന്റെ മനുഷ്യ, നമുക്ക് 2 പെൺമക്കളാണോ? ആണാക്കണോ അവരെ രണ്ടുപേരെയും ഡോക്ടർമാരാക്കണമെന്ന് എന്റെ ആഗ്രഹം. അഹങ്കാരം അല്ലാതെ എന്താ? കഷ്ടകാലത്തിന് രണ്ടിനും